കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ, കുടുംബാംഗങ്ങളെല്ലാം ഓർക്കാം. നമ്മുടെ ഈ പ്രദേശത്തെ, ഈ രാജ്യത്തെയും നമ്മുടെ നാടിനെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഇതിലേക്ക് പ്രവേശിക്കുന്നു. തിരുനാളിൽ കർത്താവരുളിയ നിർമ്മല ഹൃദയത്തോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ അവർ അങ്ങേക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യുകയും അങ്ങ് കനിഞ്ഞു നൽകിയ രക്ഷയെ പ്രതി നിരന്തരം അങ്ങയെ സ്തുതിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, നിൻ സ്തുതി പാടും അനുദിനം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ, ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമസ് ശ്ലീഹാതൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. കൂദാശ വചനങ്ങളോടൊപ്പം അല്ലെങ്കിൽ സ്നേഹ പ്രാർത്ഥനയോടൊപ്പമൊക്കെ ആ ഈശോയുടെ ശരീരവും രക്തമായിട്ട് മാറുമ്പോൾ നമുക്ക് ഏറ്റു പറയാം, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. വിശ്വ കുർബാന ഉയർത്തുമ്പോൾ ചെറുപ്പത്തിലെ ഞങ്ങളെ സിസ്റ്റേഴ്സും അച്ഛന്മാരൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, ഹൃദയത്തിൽ പറയുക. അന്നൊക്കെ സുറിയാനിയിലായിരുന്നല്ലോ കുർബാന, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. അപ്പോൾ നമ്മൾ ഏറ്റു പറയുക. നമ്മുടെ ജീവിതത്തിൽ കൃപകളുണ്ടാകുമ്പോൾ, അനുഗ്രഹങ്ങളുണ്ടാകുമ്പോൾ, പരാജയങ്ങൾ വന്നേക്കാം, വേദനകളൊക്കെ വരുമ്പോൾ ഏറ്റു പറയുക മനസ്സിൽ, ദൈവമേ, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. തോമസ് യാഥാ നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ തോമാസിക നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ, നമുക്ക് വേണ്ട കൃപകൾ വാങ്ങിത്തരട്ടെ. തോമാസികയെ ദൈവം തിരഞ്ഞെടുത്തതുപോലെ എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തതാണ്. തോമാസികയെ സ്നേഹിച്ചതുപോലെ തന്നെ നമ്മളിൽ സ്നേഹിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓർക്കേണ്ടത്. തോമാസികയുടെ ഒപ്പം നമുക്കും പറയാൻ കഴിയണം, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കും, അവൻ്റെ കൂടെ പോയി മരിക്കേണ്ടി വന്നാലും ഞാൻ അവനെ ഉപേക്ഷിക്കുകയില്ല. മനസ്സിൽ നിറയും മലിനതയെല്ലാം കഴുകി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോവിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, പ്രിയമുള്ള മക്കളെ, ഞാൻ നന്ദി പറയുന്നു. വീണ്ടും അവർ ദീർഘിപ്പിക്കുന്നില്ല. ബാബുച്ചന് ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. ഇതെല്ലാം ഇങ്ങനെ വളരെ മനോഹരമായി ക്രമീകരിച്ചു. ഇതിൻ്റെ പിന്നിലൊക്കെ ഒത്തിരി പേര് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ഒരാളുടെ സാന്നിധ്യം വേണമല്ലോ. അച്ഛനത് ചെയ്തു. നമ്മുടെ കൊച്ചു തിരുനാൾ പങ്കെടുക്കുന്ന എനിക്ക് തോന്നി. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു തിരുനാൾ പോലെ തന്നെ ദൈവം നിങ്ങൾ ഇനി തുടർന്നും അങ്ങനെ ചെയ്യുക. ഒരു വലിയ കൂട്ടായ്മയായി ബാബുച്ചൻ്റെ നേതൃത്വത്തിൽ മുന്നേറുക. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ പ്രാർത്ഥനയിലൂടെ പിൻബലമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ടാവും. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ നൽകട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ആശംസകൾ, അനുമോദനങ്ങൾ. കർത്താവായ ദൈവമേ, സുദീർഘവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായും കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി
ഈ ദാനത്തെക്കുറിച്ച് ഞങ്ങളുടെ മകനീയ ത്രിത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ജീവൻ നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.